2025 ഞാൻ അച്ചീവ് ചെയ്തൊരു വലിയ കാര്യമാണ് ഞാൻ ജാവ പഠിച്ചു ഗൈസ്. കാനഡ എന്നെ ജാവ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ കാനഡയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജാവയിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഞാനൊരു ക്യു എ ആണ്, എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഇത് ക്യു എക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവിടുത്തെ എല്ലാ ജോലിക്കും, അതായത് ഇപ്പോൾ മാനുവൽ ക്യു എ ആണെങ്കിലും ഓട്ടോമേഷൻ ക്യു എ ആണെങ്കിലും ഒക്കെ ഓട്ടോമേഷൻ അറിഞ്ഞിരിക്കണം. അത് കൂടുതലും ഞാൻ റിക്വയർമെൻറ്റ് കണ്ടിട്ടുള്ള ജാവയാണ്. അതുകൊണ്ടാണ് ഞാൻ ജാവ തന്നെ പഠിച്ചത്. അങ്ങനെ എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞപ്പം ഞാൻ സ്വന്തമായിട്ട് അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എവിടെ പഠിക്കണം എന്നുള്ളതായിരുന്നു നെക്സ്റ്റ്. അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, ഓട്ടോമേഷൻ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലം എവിടെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ഒബ്സ്ക്യൂറ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒബ്സ്ക്യൂറയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഏകദേശം 2013 എനിക്ക് ജാവ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ബേസ് ഇല്ലായിരുന്നു. അതൊന്ന് പഠിപ്പിക്കുമ്പോഴേ എനിക്ക് ആ ബേസ് കിട്ടിയില്ല. പിന്നെ അങ്ങോട്ട് ആരൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അത് സെറ്റായില്ല. ശരിക്കും പറയുകയാണെങ്കിൽ താരേ സമീൻ പറിലെ ഐഷാൻ്റെ അവസ്ഥയായിരുന്നു. ഈ ഒബ്ജക്റ്റും ക്ലാസ് നെയിമും ഫംഗ്ഷനും എല്ലാം കൂടി എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവില്ലായിരുന്നു. പക്ഷേ ഒബ്സ്ക്യൂരയിൽ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ലെവലിലേക്ക് അവർ ഇറങ്ങി വരും. അതായത് നമ്മൾ എത്ര ലോ ലെവലാണെങ്കിലും അത്രയും ബേസ് ലെവലിൽ നിന്ന് പഠിപ്പിക്കാൻ അവർക്ക് പറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് റിവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ ആദ്യമായി എൻ്റെ 2 പ്രോഗ്രാമിനും ഔട്ട്പുട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോൾ ജാവ പുലിയൊന്നും അല്ല കേട്ടോ, പക്ഷേ ബേസിക്സ് ഒക്കെ ഞാനിപ്പോൾ നന്നായിട്ട് പഠിച്ചു. അതിലെനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേപോലെ അപ്സ്കിൽ ചെയ്യാൻ ഒബ്സ്ക്യൂറ നല്ലൊരു ഓപ്ഷനാണ്.